ലോക ഹൃദയ ദിനമാണ്. ഹൃദ്രോഗത്തിന് പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതുമാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഒരു ഹൃദയമിടിപ്പും നഷ്ടമാക്കരുത് എന്നതാണ് ലോക ഹൃദയ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. ഹൃദയാരോഗ്യം തുടർച്ചയായി നിരീക്ഷിച്ച് സദാ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഹൃദയാരോഗ്യത്തിലെ ചെറിയ മുന്നറിയിപ്പ് പോലും അവഗണിക്കാതെ ആരോഗ്യശീലങ്ങൾ നിലനിർത്തണമെന്നും ഇന്നത്തെ ദിവസം ആഹ്വാനം ചെയ്യുന്നുണ്ട്. 1999 മുതലാണ് ലോക ഹൃദയ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ഹൃദയാഘാതത്തെ തുടർന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം അത് കേരളത്തിലും ഉയരുകയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതിൽ വലിയൊരു പങ്കും 40 വയസ്സിന് താഴെയുള്ളവരാണ് എന്നതാണ്. രാജ്യത്തെ ആകെ മരണങ്ങളുടെ 30% ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് എന്നുള്ളതാണ് കണക്ക്. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും രോഗം ബാധിക്കുന്നവരിൽ 30% 40 വയസ്സിൽ താഴെയുള്ളവരെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ. യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവഹാനിയിലേക്ക് വരെ ഇത് നയിക്കാം. ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ. കായികാധ്വാനം കുറഞ്ഞതും വ്യായാമത്തിന് മതിയായ സമയം കണ്ടെത്താത്തതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഹൃദയാഘാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ്. വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും കാലോറി റിച്ച് ഫുഡ്സിൻ്റെയും കടന്നുവരവ്, യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ദൈനംദിന ജീവിതത്തിലുള്ള കായികമായ പ്രവൃത്തികളുടെ കുറവ്, ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ എണ്ണം കൂടാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഈ ഹൃദയദിനത്തിൽ നമുക്ക് ഹൃദ്രോഗം തടയാനുള്ള ക്രിയാത്മകമായ മാറ്റം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം ഹൃദ്രോഗത്തിന് കാരണമായേക്കാവുന്ന അപകട കാരണങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവ കൃത്യമായി ചികിത്സിക്കുകയും ഹൃദ്രോഗ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇനി കൂടുതൽ ജാഗ്രത പുലർത്താം. ന്യൂസ് 18 തിരുവനന്തപുരം.